നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജില്ലയിലെ പ്രസിദ്ധമായ കോങ്ങാട് തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം പുറപ്പാട് കൊട്ടിയിറങ്ങി. ക്ഷേത്ര കലാക്ഷേത്രം പഞ്ചവാദ്യം കൊട്ടിയിറക്കത്തിന് അകമ്പടിയായി. ഭക്തിയുടെ കുളിര് പകർന്ന് കോങ്ങാട് തിരുമാതാംകുന്ന് പൂരം പുറപ്പാട് ആഘോഷിച്ചു. ദർശന സുഹൃതം തേടി നിരവധി ഭക്തരാണ് രാവിലെ എത്തിയത്. രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം ഭഗവതി ആറാട്ടിനായി എഴുന്നള്ളി. ഭക്തി നിർഭരമായ ചടങ്ങുകളോടുള്ള ആറാട്ട് പുറപ്പെടൽ ആത്മസായുജ്യമേകി. കോങ്ങാട് മധു നയിച്ച പഞ്ചവാദ്യം ആസ്വാദകർക്ക് മതിവരാ കാഴ്ചയായി. പുറപ്പാട് മുതൽ 6 ദിവസവും 2 നേരവും കൊടിയിറക്കവും ദിവസം സന്ധ്യയ്ക്കും ഭഗവതി ആറാട്ടിനായി ഇറങ്ങും. വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ, ചിട്ടയായ ആചാരവിധികൾ, ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞാണ് തിരുമാതാംകുന്ന് പൂരം. ഉച്ചയ്ക്ക് പ്രസാദ കഞ്ഞി വിതരണത്തിൽ ഭക്തസഹസ്രങ്ങൾ പങ്കാളികളായി. ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, നാഗസ്വരം, ഇരട്ടത്തായമ്പക, സോപാന സംഗീതം, നൃത്തനൃത്യങ്ങൾ എന്നിവയും ഉണ്ടായി. പുറപ്പാട് കൊട്ടിയിറക്കം ദർശിച്ച് പുണ്യനടൻ വലിയ ജനക്കൂട്ടമാണ് എത്തിച്ചേർന്നത്. 3 ഗജവീരന്മാർ അണിനിരന്നു. ഗജവീരൻ കിരൺ നാരായണൻകുട്ടി തിടമ്പേറ്റി. ദുർഗപ്രസാദ്, മഹാദേവൻ എന്നീ ഗജവീരന്മാർ ഇരുവശത്തുമായി അണിനിരന്നു. മേളത്തിൻ്റെ അകമ്പടിയോടു കൂടിയായിരുന്നു തിരിച്ചെഴുന്നള്ളിപ്പ്. രാവിലെ മുതൽ ലളിത സഹസ്രനാമ ജപം, സോപാന സംഗീതം, തുടർന്ന് ആറാട്ടിനിറക്കം, ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, ഓട്ടംതുള്ളൽ, രാത്രി നാഗസ്വരം, വൈകിട്ട് തായമ്പക എന്നിവയുമുണ്ടായി. രാത്രി ദേവി ചണ്ഡിക ബാലയും അരങ്ങേറി. ഇനി ഉത്സവത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്.
സമർപ്പിക്കാനുള്ളതെന്ന് ആരെങ്കിലും ഇടിച്ച് തിന്നാറുണ്ടോ? അങ്ങനെയൊക്കെ പതിവുണ്ടോ? നമ്മൾ കാഴ്ചയൊക്കെ കൊണ്ട് വെക്കില്ലേ? പോലെ എന്താ ഇപ്പോൾ തട കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അദ്ദേഹം അറിയുന്നതന്നെ ഉണ്ടോ ഇല്ല നിശ്ചയില്ല. നല്ല 2 ചെറുപ്പുകൾ ഇരുന്നേക്കാന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ കൊടുക്കാനുള്ളതല്ലേ, വലിയ ഉപയോഗമില്ലാത്ത ആയിക്കോട്ടേച്ച് സമർപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ തൊഴുതു. അപ്പോൾ ആ കൊല അവിടെ വെച്ചിട്ടാണ് ഭഗവാനെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ വൈഷ്ണവണ സ്വീകരിക്കണം. അങ്ങനൊരു പതിവില്ലല്ലോ. ഞാൻ പതിവായിട്ടിപ്പോൾ തന്നെ സ്വീകരിക്കണമെന്നും പതിവില്ലല്ലോ. എന്താ വിശേഷിച്ച്? അല്ല എന്നെയല്ല പിന്നെ കൊലയോ? ഇവിടെ വെച്ചിട്ടുണ്ട്, അതെടുക്കണം. കൊലയോ? താൻ എന്തായി പറയുന്നത്? അപ്പോൾ വൈഷ്ണവൻ താഴത്തേക്ക് നോക്കണില്ല. കൊല അവിടെ വെച്ചിട്ട് ഭഗവാനെ നോക്കണേ. ഇവിടെ ഉണ്ട്. എന്താ വൈഷ്ണവനാ പറയണത്? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. താൻ ഒരു കൂട്ടം ഇങ്ങനെ വെറുതെ ഭോഷ്ക്ക് പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ ഒന്നുമില്ല. അല്ല ഉണ്ടെന്ന കൊല എന്ന് പറഞ്ഞ് കീഴ്പ്പെട്ട് നോക്കി. അപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. ഇല്ല, അതന്നെയല്ലേ ഞാനും പറഞ്ഞത്, ഇവിടെ ഒന്നും ഇല്ലാന്ന്. താൻ പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു എന്നാണ്. നേരത്തെ ഉണ്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് താൻ എന്താ സ്വപ്നമൊക്കെ കണ്ടു? ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വിച്ചും വേയും പറയുന്ന പോലെയൊക്കെ പറയാം. ഞാനിവിടെ ഒന്നും വെച്ചിട്ടുമില്ല, ഇവിടെ ഇട്ട് കൊലയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അല്ല ഞാൻ ഇവിടെ വെച്ചിരുന്നു, ഇപ്പം കാണാനില്ല. ഉണ്ടെങ്കിൽ കാണില്ലേ? താനും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടന്നെ ഇല്ല. താൻ ഇവിടെ വെച്ചു എന്നും പറയുന്നു. അപ്പോൾ വെച്ച സാധനം പിന്നെ എങ്ങടാ പോവാ? അതന്നെ ഞാനും ആലോചിക്കുന്നത്. എനിക്ക് ആ യക്ഷൻ തന്നതാ. യക്ഷൻ തന്നതോ? യക്ഷൻ എനിക്ക് തന്നതാ. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. അപ്പോൾ സ്വപ്നാവും. യക്ഷൻ പഴക്കൊല കൊണ്ട് തന്നു എന്നൊക്കെ നിരീക്ഷിച്ചു. അതിങ്ങോട്ട് എത്തിച്ചു എന്ന് വിചാരിച്ചു. ആട്ടെ, വല്ലവരും തന്നത് എനിക്ക് തരാൻ തോന്നിയത് തന്നെ തെറ്റ്. അത് പോട്ടെ, സാരമില്ല, അതിവിടെ എത്തിച്ചതുമില്ല. എന്തിനാ വൈഷ്ണവൻ അങ്ങനെ കളവ് പറയണ? അല്ല സങ്കടമുണ്ട്. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വലിയൊരു കൊലയും കൊണ്ടുവന്നു. അപ്പോൾ അത് ഞാൻ ഇവിടേക്കായിട്ട് സമർപ്പിക്കാൻ നിരീക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ കാണാനില്ല. ഞാൻ ഇവിടെ വെച്ചു. എനിക്ക് ബോധ്യമുണ്ട്, ഉറപ്പ് തന്നെയാണ്. അത്ര ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്നാൽ തിരിഞ്ഞു നോക്കിക്കോളൂ പറഞ്ഞാൽ ഇപ്പോൾ വെല്ലുണ്ണി പിന്നിൽ നിൽക്കുന്നുണ്ട്. ഗണപതി ആ കൊല അകത്താവൽ കഴിഞ്ഞേക്കുന്നു. പഴം മുഴുവൻ വായയുടെ ഉള്ളിലായി. കാളാമുണ്ടൻ തണ്ട് മാത്രം കുറച്ച് പുറത്ത് ബാക്കി നിൽക്കുന്നുണ്ട്. ബാക്കി മുഴുവൻ ഒന്നിച്ച് അകത്താവൽ കഴിഞ്ഞു. വൈശ്രവൺ എന്ത് കണ്ടു? ശിവ ഇങ്ങനെ ആർത്തിയുള്ള വകയോ? കുട്ടികൾക്ക് സ്വതേ ആർത്തിയുള്ളവരുണ്ട്. ചിലര് എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. ചിലപ്പോൾ കുറച്ച് അധികം വേണമെന്നുള്ളവരുണ്ടാവും. ചില പ്രത്യേക സാധനത്തിനോട് ആർത്തിയുള്ളവരുണ്ടാവും. ചിലർക്ക് എന്ത് കിട്ടിയാലും നല്ലോണം കഴിക്കണം എന്നുള്ളവരുണ്ടാവും. അങ്ങനെ ചിലര് പഴം തിന്ന് മതിയാവാണ്ട തൊലിയൊക്കെ തിന്നണവർ. Türkü. Ayağını Türkü.
കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.